അല്ല ജാസിം ഭായ്, ഇന്ന് ഇതിന്റെ മേലേക്ക് വലിച്ച് കയറ്റി പൊത്തി പിടിച്ച് ഇതിന്റെ മേലെ നിർത്തിയിട്ടുണ്ട്, ഒരു ഹെൽമെറ്റും ഇട്ട് തന്നിട്ടുണ്ട്. മൊയിനുക്ക, നമ്മുടെ യുഎസ് മൊയിനുവിലെ കൺസ്ട്രക്ഷൻ ടോപ്പിക് ഇന്ന് ഇതിന്റെ മേലെയാണെന്ന് പറഞ്ഞു. എന്താണ് ടോപ്പിക് ഇതിന്റെ മേലെ കയറിയിട്ട്? ഓക്കെ മൊയിനുക്ക, ഇന്ന് ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അടുത്ത ദിവസം കോൺക്രീറ്റ് വരാൻ പോവുകയാണ്. അപ്പൊ ഏതൊരു സ്ട്രക്ചറിന് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് അതിന്റെ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺക്രീറ്റിന്റെ തൊട്ട് മുന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ഡ്യൂറബിലിറ്റി സ്ട്രക്ചറിന്റെ കൂട്ടാൻ സാധിക്കും. എന്തിപ്പോ ഈ കോൺക്രീറ്റിന് മുമ്പ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ കോൺക്രീറ്റോ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയി ശ്രദ്ധിക്കണ്ടേ? ഒന്നാമത്തെ ഇലക്ട്രിക്കലിന്റെ പൈപ്പ് ഉണ്ടോ നോക്കും, അതേപോലെ ഈ ഹുക്ക് ഉണ്ടോ നോക്കും, ഇതൊക്കെ പാരലല്ലേ നോക്കും, ഇതിങ്ങനെ ഒട്ടി നിൽക്കണ്ടോ നോക്കും. ഇതൊന്നും അല്ലാണ്ട് പിന്നെന്താ ഇതിന് മാത്രം ശ്രദ്ധിക്കാനുള്ളത്? രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. ഒന്നൊരു സാധാരണ ആൾക്ക് നോക്കാൻ പറ്റുന്ന സംഗതികൾ, രണ്ട് എഞ്ചിനീയേഴ്സ് നോക്കുന്ന സംഗതികൾ. സാധാരണ ആളുകൾ നോക്കുമ്പോൾ എന്തൊക്കെയാ? ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാം, ഇപ്പം ഈ മഴക്കാലമാണ്, നാളെ കറണ്ട് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നാളെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിക്കുള്ള വെള്ളം നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിന്റെ വൈബ്രേറ്റർ വർക്ക് ചെയ്യില്ല. ഈ വൈബ്രേറ്റർ വർക്ക് ചെയ്യാതായാലും ഇതിന്റെ പ്രോപ്പറായിട്ട് നമുക്ക് അതിന്റെ പിന്നെ അപ്പൊ കമ്പിയുടെ കുത്തയുടെ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പൊ വൈബ്രേറ്റർ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വരുമെങ്കിൽ നമ്മളവിടെ ജനറേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് കാണേണ്ടി വരും. ഇതൊക്കെ സാധാരണ ആളുകൾക്ക് ചിന്തിക്കാവുന്ന സംഗതിയാണ്. ഇനി ഇതിലപ്പുറം ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അതിന്റെ കമ്പി കാര്യങ്ങൾ കൊടുത്തിട്ട് പ്രോപ്പർ ആണോ ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് കോൺക്രീറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം അതിൽ എങ്ങനെയാണ്, എത്ര MM കമ്പിയാണ് കൊടുക്കേണ്ടത്, എത്ര അകലത്തിലാണ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഓരോ കമ്പി കൊടുക്കുമ്പോൾ ഈ കമ്പി കൊടുക്കുന്നതിൽ വലിയൊരു രസമുണ്ട്. നമ്മുടെ നാട്ടില് സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ബീം കണ്ടോ, ഈ ബീമിൽ കൊടുത്തിരിക്കുന്ന ഈ കമ്പി, ഇതിനെ റിങ് എന്നാ പറയാ. റിങ്ങുകൾ അറിയാലോ. ഈ റിങ്ങിൽ ഒരു തമാശ ഉണ്ട്. നമ്മൾ കമ്പിയൊക്കെ നല്ല ടാറ്റഡൊക്കെ നല്ല വില കൂടിയ കമ്പി വാങ്ങും. പല സൈറ്റിലും കാണാറുണ്ട് ഈ റിങ്, റെഡിമെയ്ഡ് റിങ് കിട്ടും. ഈ റെഡിമെയ്ഡ് റിങ് പലപ്പോഴും എങ്ങനെ വരികയെന്ന് വെച്ചാൽ, കമ്പി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ലെങ്ത് വരാത്ത പീസുകൾ ഉണ്ടാവും. ഇത് കട്ട് ചെയ്തിട്ടാണ് പല കമ്പനികളും റിങ് ആക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ക്വാളിറ്റി ഇഷ്യൂസ്, ജനറലി റിങ് ബ്രാൻഡഡ് റിങ് വരുന്നുണ്ട്, ഒരു ബ്രാൻഡ് ഒരു പേരില്ലാത്ത റിങ് വരുന്നുണ്ട്. നമ്മൾ ടാറ്റഡൊക്കെ നല്ല കമ്പനിയുടെ കമ്പി വാങ്ങിയിട്ട് അതിൽ ഈ ചാത്തൻ റിങ് കൊണ്ടുപോയിട്ട് എന്താ സംഭവിക്കുക? തുരുമ്പ് കയറിയാൽ കഴിഞ്ഞു അതിന്റെ കഥ. അപ്പൊ അത് പല ആളുകളും ശ്രദ്ധിക്കൂല. അതാണ് ഒന്നാമത്തെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇത് സാധാരണ ആളുകൾക്ക് നോക്കിയാൽ അറിയാവുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കമ്പനിയുടെ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അതേ കമ്പനിയുടെ റിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പ്രശ്നം തീർന്നു. അതെ, ഇതാണ് ഒന്നാമത്തെ സംഗതി. ഇനി രണ്ടാമത്തെ ഒരു സാധാരണ ആൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നാളെ കോൺക്രീറ്റ് വരാൻ പോവുകയാണെങ്കിൽ ഈ ലെങ്ത്തിൽ ഒരു നൂല് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബെൻഡ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പൊ എനിക്കപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ബെൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് ആയിട്ട് കാണും. ഇപ്പൊ ഇതിനോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ലൈനിലാണ്. ഇതിപ്പോ ഏതൊരാൾക്കും നോക്കാവുന്നേ ഉള്ളൂ. ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു അച്ചാണ്. ഈ അച്ചിൽ നമ്മൾ കോൺക്രീറ്റ് ഇടുന്നു, ആ കോൺക്രീറ്റ് ആ ഷേപ്പ് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫോം വർക്ക് അല്ലെങ്കിൽ തട്ടടിക്കുന്നതിൽ ബെൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അത് ആ ബെൻഡ് ഷേപ്പ് അതിലും ഉണ്ടാവും. അപ്പോൾ കോൺക്രീറ്റിന് മുന്നായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന എഡ്ജസ് എല്ലാം നമ്മൾ ഇതുപോലെ നൂല് പിടിച്ച് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യും. ഇതൊരു സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കണ്ടോ, രണ്ട് ഭാഗത്ത് താഴ്ത്തിയിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ടോയ്ലറ്റ് വരുന്ന ഏരിയ, ഇതിനെ സങ്കൺ സ്ലാബ് എന്നാ പറയാ. അതായത് ആ ഭാഗത്ത് അവിടെ ഇപ്പൊ കുളിക്കുന്ന വെള്ളം അത് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താഴ്ത്തി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ടോയ്ലറ്റിൽ സാധാരണ ഇത്ര താഴ്ച ഉണ്ടാവാറില്ലല്ലോ എന്ന് തോന്നിയില്ലേ? ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ ഇത്രയും താഴ്ച വരുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ പ്ലംബിംഗ് പൈപ്പ്, നമ്മുടെ ടോയ്ലറ്റിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റിംഗ് വരും. അതിന്റെ മുകളിലാണ് ഈ ഒരു ലെവൽ ഡിഫറൻസ് വരും. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു താഴ്ച കൊടുത്തിട്ടുള്ളത്. മൊയിനുക്ക, നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്ലാബിന്റെ മുകളിൽ നിന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും മുകളിലത്തെ കാര്യങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യും, പലപ്പോഴും താഴത്തെ കാര്യം വിട്ടുപോകും. മുകളിലത്തെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ താഴെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് അതിന്റെ ഫെയിലിയറിന് സാധ്യത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണല്ലോ ഇതിനെ താങ്ങണത്. അതെ, ഈ ലോഡ് ഫുള്ള് എടുക്കുന്നത് ഇത്തരത്തിലുള്ള ജാക്കികളാണ്. ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജാക്കിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇത് താഴേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ നഷ്ടപ്പെടും. ഇത് മൊത്തത്തിൽ ഇരിക്കാനും ചിലപ്പോ ഈ ഇത് കോൺക്രീറ്റും താഴേക്ക് വരുമല്ലോ. അതെ, ഇത് മൊത്തത്തിൽ കൊളാപ്സ് ആവും. കാരണം അതൊരു സിസ്റ്റം ആണല്ലോ. ഇതിൽ ഒരു ഭാഗം ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇത് ഒന്നിച്ചാണ് ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ മുകളിലത്തെ നോക്കുന്ന അതേ ഇമ്പോർട്ടൻസ് താഴത്തെ ജാക്കിങ് സ്പാനും കറക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടെ വന്ന് നോക്കണം. ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇത് കോൺക്രീറ്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, കോൺക്രീറ്റ് ബീമുമേലാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ നേരെ മറിച്ച് ഈ മണ്ണിൽ ഇത്തരത്തിൽ നിൽക്കുന്ന ഈ ഒരു മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു സമയത്ത് മണ്ണ് താഴേക്ക് പൂന്തു പോണ
ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജാസിമ, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇതിപ്പോ കോൺക്രീറ്റിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺക്രീറ്റിൽ ശ്രദ്ധിക്കണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സിറ്റ് ഔട്ട് വരുന്ന ഏരിയ ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ ഇത് ഗ്രൗണ്ടിന്റെ മേലെ സ്ലാബ് ആണെങ്കിൽ ഇവിടുന്ന് ബാൽക്കണി പോകുന്നുണ്ടെങ്കിൽ അതിൽ 2 പില്ലറുകൾ വരും. അത്തരത്തിൽ പില്ലർ വരുന്ന കോളംസ് നമ്മൾ ഇതുപോലെ പൊക്കിയിടും, കട്ട് ചെയ്യാണ്ട് കോളംസ് പൊക്കിയിട്ട് ഇടും. അതും ഇതിന്റെ കൂടെ ചെയ്യണം. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ അത് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് ഈ സ്ലാബ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ കോളം പൊക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ സ്റ്റീൽ സ്റ്റെയർ കേസ് ആണ്, അതുകൊണ്ട് അത് അത്ര തന്നെ സിഗ്നിഫിക്കന്റ് അല്ല. കോൺക്രീറ്റിലെ സ്റ്റെയർ കേസ് തുടങ്ങണമെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്ന കമ്പി സ്റ്റാർട്ടർ ബാർ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും സംഗതികൾ നിർബന്ധമായിട്ടും നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചിരിക്കണം. കോൺക്രീറ്റിന് മുമ്പ് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ചങ്ങായിമാരെ, പ്രത്യേകിച്ച് കോൺക്രീറ്റിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാനും ഇതുപോലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എത്ര പണിക്കാരുണ്ട് എന്ന് ചോദിക്കും. എന്നിട്ട് കാലത്ത് നേരത്തെ ആ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം എത്ര പണിക്കാരുണ്ട് എന്ന് നോക്കിയിട്ട് ഒരു പണിക്കാരന് 3-4 പൊറോട്ടയും അതിലേക്കുള്ള കറിയും ചായയും നിർബന്ധമായിട്ടും 11 മണിക്ക് മുമ്പ് എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് കോൺക്രീറ്റിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവുള്ളത്. അതുപോലെ തന്നെ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന നിയമാവലിപ്പെട്ടതാണ് നിർബന്ധമായും എല്ലാവർക്കും കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ ബിരിയാണി കൊടുക്കണമെന്നും അവരെ സന്തോഷിപ്പിച്ചയക്കണം എന്നുള്ളതാണ് എനിക്കറിയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യങ്ങളൊക്കെ ദിലീപ് പറഞ്ഞ പോലെ അതിലൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പൊ കഞ്ഞിയാണ് ട്രെൻഡ്. കോൺക്രീറ്റിന് പോകുന്ന പണിക്കാർക്ക് എന്നും ബിരിയാണി ആയിട്ട് അവരെന്നെ പറഞ്ഞു തുടങ്ങി എനിക്ക് കഞ്ഞി മതി. അതായത് പൊറോട്ടയുടെ പകരം കഞ്ഞി, ഉച്ചക്ക് ബിരിയാണി, പിന്നെ കോമൺ ആണ്. അപ്പൊ ഇതൊക്കെ തമാശ കാര്യങ്ങളിൽ പറഞ്ഞാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റിന് മുമ്പായിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നുള്ള ഒരു അവയർനെസ് ആണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു ഗുണകരമാവട്ടെ എന്നുള്ളത് മാത്രമാണ് വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.